തൊണ്ടയിലുണ്ടാകുന്ന കരകരപ്പ്, അതേപോലെ ചെറിയ തൊണ്ടവേദന, തൊണ്ട ചൊറിയുക, അതുപോലെ തൊണ്ട ഡ്രൈ ആവുക, അതുപോലെ ഒച്ചയടപ്പ്, ഇതിനെല്ലാം പറ്റിയിട്ടുള്ള ഒരു പൊടിമരുന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പൊടി റെഡിയാക്കാനായിട്ട് ആദ്യം 1 കപ്പ് ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ജീരകം അല്ലെങ്കിൽ ചെറു ജീരകം എന്നൊക്കെ പറയും, അതാണിത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് കുരുമുളക് എടുത്തിട്ടുണ്ട്. കൽക്കണ്ടം ഇത് 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണത്. 2 കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പനിക്കൂർക്കട ഇല എടുത്തിട്ടുണ്ട്. അത് ഉണക്കിയതാണ്. അതിവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് തന്നെ ഞാൻ ഉണക്കി എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പനിക്കൂർക്കട ഇല കിട്ടാനില്ലെങ്കിൽ ആടലോടകത്തിൻ്റെ ഇല എടുത്താലും മതി. നാട്ടിലൊക്കെ ഈ മരുന്ന് കടയിലൊക്കെ കിട്ടും, പനിക്കൂർക്കട ഇല ഉണക്കിയതും ആടലോടകത്തിൻ്റെ ഇലയൊക്കെ ഉണക്കിയത് കിട്ടും. അപ്പോൾ ആടലോടകമാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് അതാണ്. ഇവിടെ പനിക്കൂർക്കട ഇല ഉള്ളത് ഞാൻ ഉണക്കിയെടുത്തതാണ്. ഇനി സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ആദ്യം ജീരകം ഇട്ടിട്ട് അതിനൊന്ന് വറുത്തെടുക്കണം. ജീരകം നന്നായിട്ട് കഴുകി ഞാനിത് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. അതേപോലെ നിങ്ങളും അതിനെ നന്നായിട്ട് കഴുകി ഇതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് ഫുള്ളും ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചുക്ക് ഒന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മിക്സിയിൽ ഒന്നിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് അടിയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് ചതച്ചിട്ട് അതിനെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെയും കൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഒത്തിരി അങ്ങോട്ട് വറവായിട്ട് കരിഞ്ഞു പോകരുത്, അതും കൂടി നോക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനെ ചൂടാക്കിയിട്ട് എടുക്കണം. ഇനി അതിനിപ്പോൾ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പൊടിച്ചെടുക്കാം. മിക്സിയുടെ ഒരു ചെറിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി കൽക്കണ്ടം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് പനം കൽക്കണ്ടാണ് കേട്ടോ. വെള്ള കൽക്കണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പനം കൽക്കണ്ടം കിട്ടിയത് കൊണ്ട് അതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി ഞാനൊന്ന് കുത്തി പൊടിച്ചിട്ട് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടോടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ജീരകം എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. തണുത്തിട്ട് പൊടിക്കരുത്, ഇളം ചൂടോടെ തന്നെ വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് പനിക്കൂർക്കട ഇലയും കൂടി ഇട്ട് കൊടുക്കാം. പനിക്കൂർക്കട ഇല നിങ്ങളുടെ അടുത്ത് ഇനിയും കൂടുതലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് വളരെ കുറവേ ഉള്ളൂ, അപ്പോൾ ഉള്ളതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വീട്ടിലുള്ള പനിക്കൂർക്ക തന്നെ ഞാൻ തണലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്, എന്നിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ട്രിപ്പും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ പൊടിക്കുമ്പോൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം പൊടിച്ചതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വായിലിട്ട് നോക്കാം. ഇട്ട് നോക്കിയിട്ട് എരിവിൻ്റെ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുരുമുളക് കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് പൊടിക്കണം. അതേപോലെ മധുരം നോക്കണം. മധുരം എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കേണ്ടത് എരിവാണ്, ഇന്ന് ഒരു ചെറിയൊരു മധുരവും വേണം. ആ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇറക്കുമ്പോൾ നന്നായിട്ട് എരിവാണ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യേണ്ടത്, അല്ലാതെ മധുരമല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് രണ്ടാമത്തെ ട്രിപ്പിന് നിങ്ങൾ അത് ഇട്ട് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇത് വായിലിട്ടിട്ട് അങ്ങ് വിഴുങ്ങി കളയരുത്. വായിലിട്ടിട്ട് അലിയിച്ചിട്ട് വേണം ഇറക്കാനായിട്ട്, എങ്കിലേ തൊണ്ടയ്ക്കെല്ലാം നല്ല എഫക്റ്റ് കിട്ടുള്ളൂ. അതേപോലെ എരിവാണ് മുന്നിൽ നിൽക്കേണ്ടത്, മധുരമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം 4 പ്രാവശ്യമൊക്കെ വലിയ ആൾക്കാർക്ക് കഴിക്കാം. ഒരു ചെറിയ ഒരു ടീസ്പൂൺ എടുത്തിട്ട് വായിലിട്ടിട്ട് ഇങ്ങനെ അലിയിച്ചിട്ട് ഇറക്കാം. ഒത്തിരി അങ്ങോട്ട് പൊടിച്ചിട്ട് ഒത്തിരി അങ്ങോട്ട് പൗഡറാക്കി കളയരുത്. ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ചെറിയ പിള്ളേർക്കാവുമ്പോൾ കുരുമുളക് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് പൊടിക്കാം. ആടലോടകം അല്ലെങ്കിൽ പനിക്കൂർക്കട ഇലയൊക്കെ നല്ലതാണ് പിള്ളേർക്ക്. അത് കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് പനം കൽക്കണ്ടം നല്ലതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം. പിള്ളേർക്ക് ഇതേപോലെ മധുരം കൂടുതൽ മുന്നിൽ മധുരമാണ് നിൽക്കേണ്ടത്, അപ്പോൾ പിള്ളേരും കഴിച്ചോളൂ. ഇത് 1 വർഷം വരെ ഒരു ബോട്ടിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെ ഇരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, വെളിയിൽ തന്നെ വെക്കാം. നനവില്ലാത്ത സ്പൂണ് നോക്കിയിട്ട് വേണം ഇട്ടിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ കേടുവരാതെ എത്ര വേണമെങ്കിലും ഇരുന്നോളൂ. ഞങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കെല്ലാം കഴിക്കുന്നതും നല്ലതാണ്. തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖം കിട്ടും ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതിനൊന്നും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതാണ്. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട്, ഇതെല്ലാം നല്ല സാധനങ്ങൾ തന്നെയാണ്, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ കഴിക്കാം. മഴക്കാലത്തൊക്കെ ഇനിയിപ്പോൾ എല്ലാവർക്കും അത്യാവശ്യമാണ് ഇങ്ങനത്തെ തൊണ്ടയ്ക്കൊക്കെ എപ്പോഴും കരകരപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.